പക്ഷേ ഈ പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ലൈംഗിക ആരോപണം വന്ന ഘട്ടത്തിൽ ഏറ്റവും ആദ്യം സമരരംഗത്തേക്ക് വന്നത് BJP ആണ്. പ്രത്യേകിച്ച് പാലക്കാട് അവരുടെ MLA ഇനി അവിടെ കാലുകുത്താൻ അനുവദിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സമരത്തിന് തുടക്കം കുറിച്ചത് അവിടുത്തെ BJP ആണ്, പ്രത്യേകിച്ച് അവിടുത്തെ ജില്ലാ സെക്രട്ടറി നേതൃത്വത്തിൽ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു സമരരംഗത്തേക്ക് വന്ന BJPക്കെതിരെ തന്നെ, BJPയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ തന്നെ ഒരു ലൈംഗിക ആരോപണം വന്നിട്ടുണ്ടല്ലോ. എന്താ അതിൻ്റെ വിശദാംശങ്ങൾ? അത് സത്യത്തിൽ BJP നേരിടുന്ന ഏറ്റവും വലിയ ധാർമ്മികമായ വെല്ലുവിളിയാണ്. രണ്ട് കാരണം കൊണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യത്തെ സമരം തുടങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തട്ടകം പാലക്കാടാണ്. പാലക്കാട്ട് രാഹുലിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് C. കൃഷ്ണകുമാർ, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. കൃഷ്ണകുമാരായിരുന്നു ഈ രാഹുൽ വിരുദ്ധ സമരത്തെ മുഴുവൻ നയിച്ചത്, ഏകോപിപ്പിച്ചത് ഒക്കെ. സംസ്ഥാന തലത്തിൽ ആ സമരം ശക്തിപ്പെടുത്തിയതിലൊക്കെ അദ്ദേഹത്തിന് പങ്കുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ തന്നെ വന്നിരിക്കുന്നു ആരോപണം. ഇതേ പാറ്റേണിലാണ് വരുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, രാഹുലിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള പെൺകുട്ടികളാണ്. C. കൃഷ്ണകുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് പാർട്ടി പ്രവർത്തകയാണ്. 10-11 കൊല്ലമായിട്ട് അദ്ദേഹത്തിനെതിരായി പാർട്ടിക്കകത്തും കോടതിയിൽ പോലും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ആ പെൺകുട്ടി മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും അയച്ച കത്ത്, ലഭ്യമായ എല്ലാ മാധ്യമങ്ങൾക്കും നേരിട്ട് കത്തയക്കുകയാണ്. ആ കത്തിലാണ് നമുക്കൊക്കെ കിട്ടിയ കത്ത് ഞാൻ അത്ഭുതകരമായ ഒരു കാര്യമാണ് അതിനകത്ത്. ഒന്നെന്താന്ന് വെച്ചാൽ, BJPയുടെ ആദ്യത്തെ പരാജയം എവിടെയാന്ന് വെച്ചാൽ, BJPക്ക് അത് ചെറിയ അടിയല്ല. ഒന്നാമത്തെ അടി എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ UDF LDF സംസ്കാരത്തെ നേരിടുന്നതിൽ ഒരു ബദൽ സംസ്കാരം കൊണ്ടുവരാനുള്ള ബാധ്യതയുണ്ട് BJPക്ക്. ഒരു ഇഞ്ച് മുന്നോട്ട് പോകണമെങ്കിൽ, കേരളത്തിലെ രാഷ്ട്രീയ ചലനത്തിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ട് രണ്ട് മുന്നണിക്കും എതിരെ ഒരു വെല്ലുവിളി ഉയർത്തണമെങ്കിൽ ഈ UDFനും LDFന്റെയും സംസ്കാരത്തിനെതിരായി ഇപ്പോൾ ആലോചിച്ച് നോക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പല കാര്യങ്ങളിലും അഴിമതി ആരോപണങ്ങളിൽ BJP നേതാക്കന്മാരുണ്ട്, UDF LDF നേതാക്കന്മാർ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഈ രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് ഈ പെൺകുട്ടികളോടുള്ള പെരുമാറ്റം. അതിൽ LDFൽ എണ്ണിയാതിരാത്ത കഥകളുണ്ട്, UDFലാണെങ്കിൽ അത്ര തന്നെ നടപടികളുണ്ട്. കോൺഗ്രസ് പക്ഷേ ഈ സമയത്ത് ഒരു പടി മുന്നോട്ട് കയറി ഒന്ന് ഗോളടിച്ചു. എന്താ കാരണം എന്ന് വെച്ചാൽ, കേസ് പോലും ഇല്ലാത്ത ഒരാളുടെ പേരിൽ പാർട്ടിക്കാരി ഉന്നയിച്ച ആരോപണം പരിഗണിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു വലിയ വമ്പിച്ച ഗ്ലാമറോടുകൂടി നിൽക്കുന്ന ഒരു യുവ നേതാവിനെ നടപടിയെടുത്തു, പുറത്താക്കി, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ചെറിയ കാര്യമല്ല. അങ്ങനെ ഒരു 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 പ്രസിഡൻസ്, എന്തായാലും പറയുക, കീഴ്വഴക്കം സെറ്റ് ചെയ്തു കോൺഗ്രസ്. ആ സമയത്താണ് സത്യത്തിൽ ഈ ആരാണെന്ന് ആലോചിച്ച് നോക്കൂ, കൃഷ്ണകുമാർ ഇദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയാണ്. രാഹുൽ എങ്ങാനും രാജിവെച്ചില്ലെങ്കിൽ പോലും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ നീണ്ടുപോയാൽ തന്നെ തന്ത്രപരമായി കോൺഗ്രസും VD സതീശനും എടുത്തൊരു നിലപാടാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉടനെ വേണ്ട, രാജിവെപ്പിക്കാതെ നോക്കുന്നതാണ്. ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ട് രാഹുൽ അറിഞ്ഞിട്ടായാലും അറിഞ്ഞിട്ടല്ലെങ്കിലും രാജിവെക്കേണ്ടതില്ല തൽക്കാലം. രണ്ട് കാരണം ഉണ്ടാവും. ഒന്ന്, രാഹുലിന് ഒരു MLA പെൻഷൻ ഒത്തു കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടാവും. രണ്ട്, ഇപ്പോൾ ഒരു ഇലക്ഷൻ നേരിട്ടാൽ അപകടം ഉണ്ടാവും. ആ സമയത്ത് ഒരു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടെയാണെങ്കിൽ അവിടെ വീണ്ടും മത്സരിക്കാൻ ബാധ്യസ്ഥനാണ് C. കൃഷ്ണകുമാർ. മത്സരിക്കാൻ ചെല്ലുന്ന സ്ഥാനാർത്ഥിക്കെതിരെയാണ് ആരോപണമുള്ളത്. ആരോപണം പാർട്ടിക്കാരിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഏറ്റവും വലിയ പ്രശ്നം പെൺകുട്ടികളെ ഇപ്പോൾ UDFും LDFും ചെയ്താൽ പോലും BJPയും NDAയും ചെയ്യാൻ പാടില്ല. കാരണം സ്ത്രീകളെ അമ്മമാരായി മാതൃദേവതകളെ ദേവികളായി, അങ്ങനെയല്ലോ, സ്ത്രീയെ പൂജിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാരതീയ സംസ്കാരത്തിന്റെ വക്താക്കളാണ് BJPയിൽ നിന്ന് അങ്ങനെ ആരോപണം ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഗുരുതരമായ ആരോപണം, പീഡിപ്പിച്ചു എന്നുള്ള ആരോപണത്തിലേക്കാണ് അതിഭീകരമായ മർദ്ദനം. ആ കുട്ടി വിശദമായിട്ട് പറയുന്നുണ്ട്. അലിച്ചെവിഴച്ച് ഭീകരമായിട്ട് മർദ്ദിപ്പിച്ചു, പരിക്കേറ്റ് ആശുപത്രിയിലായി. അതിന് പക്ഷേ കൃഷ്ണകുമാർ പറഞ്ഞ മറുപടി അതിനേക്കാളും ദുർബലമാണ്. കൃഷ്ണകുമാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞ മറുപടി അത് കോടതിയിൽ വരെ പോയി സെറ്റിൽ ചെയ്താണല്ലോ. കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളത് കൊണ്ട് ഭൂമിയിൽ ഏതെങ്കിലും കേസ് ഇല്ലാതാവും. കോടതിയുടെ മുമ്പിൽ തെളിവുണ്ടായിരുന്നില്ല. അതിനെ കുട്ടി പറയുന്ന കാര്യമുണ്ട്, കോടതിയിൽ ഞാൻ എങ്ങനെ തോൽക്കാതിരിക്കും, എനിക്കൊരു വക്കീലിന് കൊടുക്കാൻ പോലും ഫീസ് ഉണ്ടായിരുന്നില്ല, കോടതി തോറ്റുപോയതാണെന്നുള്ള വാദം. രണ്ടാമത്തെ കാര്യം അതിനേക്കാളും ദുർബലമാണ്. കൃഷ്ണകുമാർ പറയുന്നത് അത് എൻ്റെ ബന്ധുവാണ്. ബന്ധു എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായ ഒരു പ്രശ്നമാണ്. അപ്പൊ ആരോപണത്തിന്റെ ബലം കൂടുതലല്ലേ ചെയ്യുക. ഒരു ബന്ധുവായ, നാട്ടുകാരിയായ, പാർട്ടിക്കാരിയായ, അപ്പൊ ഇനി കുടുംബത്തിനകത്തെ പാർട്ടി വിരുദ്ധരാണെങ്കിലും തിരക്കടില്ല. ഇപ്പൊ C. കൃഷ്ണകുമാറിന്റെ കുടുംബത്തിനകത്തുനിന്ന് ഒരു കോൺഗ്രസ്സുകാരി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതല്ലല്ലോ, BJPക്ക് വേണ്ടി രാവും പകലും പണിയെടുത്തിരുന്ന ഒരു പെൺകുട്ടിയാണ് പറയുന്നത് സ്വന്തം. അപ്പൊ എൻ്റെ കുടുംബത്തിൽ, ആ കുടുംബക്കാരിയാണെങ്കിൽ എന്തു ആവാന്നാണോ. ആ കുട്ടിയോട് അതിഭീകരമായ അക്രമം കാണിച്ചു. പാവപ്പെട്ട കുട്ടിയാണത്രേ, കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഒരു പ്രശ്നം അതാണ്. വേറെയും BJP വെല്ലുവിളി നേരിടുന്നുണ്ട്. അതേസമയത്ത് ഈ കുട്ടി പറയുന്ന ഏറ്റവും ഗംഭീരമായൊരു കാര്യം എന്താ വെച്ചാൽ,
ഈ ക്രൈസിസിൽ എന്നെ സഹായിച്ചത് സുരേഷ് ഗോപിയാണ്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? സുരേഷ് ഗോപി ഒരു പ്രധാനപ്പെട്ട കാര്യമാണുള്ളത്. ബി ജെ പി ലീഡർഷിപ്പിൽ എല്ലാവരും ഒരുപോലെ അല്ല എന്നും, അല്ലെങ്കിൽ ബി ജെ പി ലീഡർഷിപ്പിൻ്റെ ഒരു പൊതു സ്വഭാവം അല്ല സുരേഷ് ഗോപിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയോട് ഉത്തരവാദപ്പെട്ട പല നേതാക്കന്മാർക്കും ഒരുതരം സ്വീകാര്യത കുറവ്, അല്ലെങ്കിൽ ഒരു അനിഷ്ടം, ഒരു അകൽച്ച ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ കഴിഞ്ഞ കുറേ കാലമായിട്ട്. അതെന്തുകൊണ്ടാവും? സുരേഷ് ഗോപി വേറിട്ടൊരു കൾച്ചർ കീപ്പ് ചെയ്യുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം? സുരേഷ് ഗോപിയാണ് അത്ര ഈ കുട്ടിയെ സാമ്പത്തികമായിട്ട് സഹായിച്ചത്. അങ്ങേയറ്റത്തെ എല്ലാ തരക്കുള്ള സഹായം ചെയ്ത് സുരേഷ് ഗോപിയാണ്. വേറൊരു ആരോപണം കൂടി ബി ജെ പിക്കെതിരെ വരും. അതെന്താണെന്നറിയോ? അന്ന് പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്ന കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, ആ ഒരു ടീമാണല്ലോ, ആ ഗ്രൂപ്പ് നമ്മൾ വിളിക്കുന്ന ഒരു ടീമാണല്ലോ ബി ജെ പിയെ നയിച്ചിരുന്നത്. അവരോട് നിരന്തരമായി പരാതിപ്പെട്ടിട്ടും അനങ്ങിയിട്ടില്ല. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ രാഷ്ട്രീയ നേതാക്കളുടെ അടുത്ത് ഒരു വനിത വന്ന് പരാതി പറഞ്ഞിട്ട് അവരത് ഗൗനിക്കുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ ഒരു തെറ്റാണ്, ഏറ്റവും ഹീനമാണ്. ഇത് ഇങ്ങനെയുള്ള പരാതികൾ ഇന്നല്ലെങ്കിൽ നാളെ സ്വാഭാവികമായിട്ടും അത് പുറത്തു വരും. അപ്പോൾ അവർ തന്നെ പറയും, ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന നേതാവിനോട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം കേട്ടി, ഇപ്പോൾ കുറ്റം ചെയ്തവനെ പോലെ തന്നെ സമാനമായ കുറ്റമല്ലേ ഇവരും ചെയ്യുന്നത്? അതിനേക്കാളും വലിയ കുറ്റമാണ് കുറ്റം ചെയ്തവനെ സംരക്ഷിക്കുക. അപ്പോൾ ഈ കൃഷ്ണകുമാറിനെ എല്ലാ തരത്തിലും, കൃഷ്ണകുമാറിനെതിരെ നേരത്തെ വന്ന ആരോപണങ്ങളും നമ്മൾ മുഖവിലേക്ക് എടുത്തിട്ടില്ല. അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സന്ദീപ് വാര്യർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാത്രമല്ല, ഡൽഹിയിൽ BM സന്തോഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായുള്ള ചില നെക്സസ് പറഞ്ഞിട്ടുണ്ട്. സി കൃഷ്ണകുമാറിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട അവിടുത്തെ കൗൺസിലർ ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങൾ ഒന്നും മുഖവിലേക്ക് എടുത്തില്ലെങ്കിൽ പോലും ഈ ഗുരുതരമായ പരാതിയുമായി കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഈ കുട്ടി സമീപിച്ചിട്ട് അവരനങ്ങിയില്ല എന്ന് പറയുമ്പോൾ ഈ നെക്സസ് ഒക്കെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഒന്ന്, അതിനേക്കാളും ഗൗരവമായ ഒരു ആരോപണം ഈ കുട്ടി ഉന്നയിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? പ്രിയപ്പെട്ട ശോഭ ചേച്ചി, ഞാൻ അങ്ങയോടും പറഞ്ഞില്ലേ, എത്ര കാലമായി എൻ്റെ മൂത്ത ചേച്ചിയായി കണ്ടുകൊണ്ട് ഞാൻ പിന്നാലെ നടന്നില്ല. അങ്ങല്ലാതെ ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടിയുടെ പരാതിക്ക് ചെവി കൊടുക്കാൻ ഇവരെക്കാളൊക്കെ ബാധ്യതയുള്ള ആളല്ലേ ശോഭാ സുരേന്ദ്രൻ? അവരനങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ്റെ ഈ വീര വിപ്ലവ വർത്തമാനങ്ങളിലൊക്കെ ആത്മാർത്ഥതയുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പറയുന്ന ധാർമ്മികതയിൽ രാഹുലിനെതിരായിട്ട്, അതുപോലെ മുകേഷിനെതിരായിട്ട്, ഏത് പാർട്ടി ആവട്ടെ, BJP പറയാവുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഈ കുട്ടിയുടെ കാര്യം സ്വകാര്യമായിട്ടെങ്കിലും ഏറ്റെടുക്കണ്ടേ? പറയേണ്ടവരോട് പറയണ്ടേ? മാത്രമല്ല, ശോഭാ സുരേന്ദ്രന്റെ ഒരു ഇമേജ് എന്താണ്? ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രനെതിരായിട്ട്, കെ സുരേന്ദ്രനും ഈ ഇപ്പോഴത്തെ ഔദ്യോഗിക നേതൃത്വത്തിനും എതിരായി വലിയ പോരാട്ടം നയിക്കുന്ന ഒരാളല്ലേ. ആ അർത്ഥത്തിൽ അവർക്ക് ഏറ്റെടുക്കാമായിരുന്നില്ല ഇഷ്യൂ? ഒരു പെൺകുട്ടിയുടെ ഇഷ്യൂ ആയിട്ട് എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല? ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ആശ്വാസകരമായ ഒരു പക്ഷേ ഇത്തരത്തിൽ പുരുഷന്മാരിൽ നിന്ന് ഏത് പാർട്ടിക്കകത്താവട്ടെ, ഇപ്പൊ മാധ്യമങ്ങളിൽ നിന്നും വരുന്നുണ്ട് പരാതികൾ, മാധ്യമങ്ങൾക്കകത്താകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, കുടുംബത്തിൽ നിന്നാകട്ടെ, പെൺകുട്ടികൾ പീഡനം, ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടുമ്പോൾ ആ പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന, ഒരിക്കലും തളരാതെ പോരാട്ടം തുടരുന്ന ഒരു ഉദാഹരണം കൂടിയാണ് ഈ കുട്ടി. നമ്മൾ പേര് പറയുന്നില്ല. സി കൃഷ്ണകുമാർ ചെയ്ത ഏറ്റവും വലിയ കുറ്റം, ആ കുറ്റം നമുക്ക് ആവർത്തിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ഏറ്റവും വലിയ കുറ്റം എന്താണെന്നറിയോ? ഈ പരാതിക്കാരുടെ ഊരും പേരും ഐഡന്റിറ്റി വെളിപ്പെടുത്തി. അതല്ലേ ക്രൈം? അതിനെതിരായിട്ടാണ് അദ്ദേഹം ആദ്യം കോടതിയിൽ പോകേണ്ടത്. 1.5 വർഷം തടവ് കിട്ടാവുന്ന കുറ്റമാണ്. ആ കുറ്റമാണ്. അതുകൊണ്ട് നമ്മൾ ആ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ആ കുട്ടിയെ നമുക്ക് ഒരു കാര്യത്തിൽ മാതൃകയാക്കേണ്ടി വരും. കാരണം ആ കുട്ടി ചെയ്ത പണി എന്താണെന്നറിയോ? പാവപ്പെട്ട കുട്ടിയാണ്, നിരന്തരമായ അതിക്രമങ്ങൾ നേരിട്ടു, സ്വന്തം പാർട്ടിക്കകത്ത് ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരോടൊക്കെ പരാതി പറഞ്ഞു, കേട്ടില്ല. ആ കുട്ടി 2 കാര്യം ചെയ്തു. ഒന്ന്, വക്കീലിന് കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് ആ കുട്ടി ചെയ്ത പണി എന്താണെന്നറിയോ? ആ കുട്ടി നിയമം പഠിച്ചു. ആ കുട്ടി അഡ്വക്കേറ്റാണ്. ഈ ഒരു പരാക്രമത്തിൽ നിന്ന് ആ കുട്ടി നേരിട്ട ഏറ്റവും വലിയ അതിക്രമത്തിൽ നിന്ന് ആ കുട്ടി നേടിയെടുത്തൊരു ശക്തിയുണ്ട്. ഞാൻ എന്തുകൊണ്ട് ദുർബലയായിത്തീരുന്നു, കേസ് തോറ്റില്ലേ എന്ന് സി കൃഷ്ണകുമാർ ചോദിക്കുന്നുണ്ടല്ലോ. ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അതായത് ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മനസ്സ് മാറുന്ന അവർക്കുള്ളൊരു വലിയ പാഠമാണ്. ആരെങ്കിലും ഒന്ന് പീഡിപ്പിച്ച് നിലവിളിച്ചുകൊണ്ട് പോയി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല പാഠമാണ്. ചെയ്യേണ്ടത് പൊരുതാൻ നിങ്ങൾക്ക് എന്തിന്റെ കുറവാണുള്ളത്? കാശിന്റെ കുറവാണുള്ളത്. വക്കീലിന് ഫീസ് കൊടുക്കാൻ ഇപ്പോഴും കേസ് നടത്തുന്നുണ്ട്. കൃഷ്ണകുമാർ പറഞ്ഞ പോലെ കീഴ്ക്കോടതിയുടെ വിധിയാണ് വായിക്കുന്നത്. ഹൈക്കോടതിയിൽ കേസ് എത്തിയിട്ടുണ്ട്. അത് സൗജന്യമായിട്ട് വാദിച്ചു കൊടുക്കുന്ന വക്കീലിന്റെ പേരൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി നൽകുന്നൊരു മാതൃക അതാണ്. ഇനി എനിക്ക് മറ്റൊരു വക്കീലിനും ഫീസ് കൊടുക്കേണ്ടി വരില്ല. ഞാൻ പഠിച്ചു വക്കീലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുന്നത്. ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും ഒടുവിൽ എൻ്റെ പരാതി
ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിക്ക് കൊടുത്തിരിക്കുന്നു. പുതിയ പ്രസിഡന്റ് ഇതൊക്കെ ഒന്ന് അറിയട്ടെ, എന്താണ് ഈ പാർട്ടിക്കകത്ത് കേരളത്തിൽ നടക്കുന്നത് എന്നൊന്ന് അറിഞ്ഞോട്ടെ. മറ്റു പാർട്ടികളെ നമ്മൾ വെല്ലുവിളിക്കുമ്പോൾ നമ്മുടെ പാർട്ടിക്കകത്ത് കാര്യങ്ങൾ നേരെയാക്കാനുള്ള ബാധ്യത, ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഇല്ലേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കത്ത് കൊടുത്തത്. ആ കത്ത് കൊടുത്തപ്പോൾ അതെങ്ങനെയോ വാർത്തയായപ്പോൾ ഞാനല്ല ചോർത്തി കൊടുത്തത്. ഒരു കത്തും ഇന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കൂ. രാജീവ് ചന്ദ്രശേഖറിന് സ്വകാര്യമായി കൊണ്ടു കൊടുത്ത കത്ത് എങ്ങനെ പത്രങ്ങൾക്ക് കിട്ടുന്നു? BJP-യിൽ ഗ്രൂപ്പില്ല എന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പത്രങ്ങൾക്ക് ഈ കുട്ടി കൊടുത്തതല്ല, അത് മാധ്യമങ്ങളും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുമ്പിൽ ഈ പരാതി എത്തിച്ചു. എന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ ഈ കാര്യങ്ങൾ പഠിക്കട്ടെ. പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാവും, എന്താണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഇതപര്യന്തമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം പാഠങ്ങൾ പഠിച്ചിട്ട് ഒരു പുതിയ പാർട്ടി കൾച്ചർ ഉണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമെങ്കിൽ മാത്രമേ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ ശുഭമായ ഒരു ഭാവിയുള്ളൂ എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാൻ. ആ കുട്ടിയുടെ പേര് പറയാതെ തന്നെ ആ കുട്ടി അതിനൊരു നിമിത്തമാകുമെങ്കിൽ അത് BJPക്ക് നല്ലതാണ്, കേരളത്തിന് നല്ലതാണ്.